ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ചർച്ചകൾ വഴിമുട്ടിയോ എന്ന സംശയമാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇപ്പോൾ ഉയരുന്നത്. പതിവ് പോലെ ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയാണ് രണ്ടാം റൗണ്ട് ചർച്ചകൾ വഴിമുട്ടുകയും അനിശ്ചിതത്വത്തിലാവുകയും ചെയ്തിരിക്കുന്നത്. ഹോർമൂസ് അടച്ചും തുറന്നും പശ്ചിമേഷ്യൻ സംഘർഷ മേഖല പുതിയ പോർമുഖം തുറക്കുകയാണ്. ഹോർമൂസിലേക്ക് ഇല്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഒന്നാം റൗണ്ട് സമാധാന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ഹോർമൂസിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇറാൻ ഹോർമൂസ് തുറന്നാൽ ഉപരോധം നീക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഹോർമൂസ് തുറക്കാൻ ലെബനനിൽ ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിക്കണമെന്ന നിലപാട് ഇറാൻ മുന്നോട്ട് വെച്ചു. ലെബനനിൽ വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചതോടെ അതും പരിഹരിക്കപ്പെട്ടു. അധികം വൈകാതെ ഇറാനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ട്രംപ് സംസാരിച്ചു. ഇതിന് പിന്നാലെ ഹോർമൂസ് തുറന്നതായി പ്രഖ്യാപിച്ച ഇറാൻ 24 മണിക്കൂറിനകം കടലിടുക്ക് വീണ്ടും അടച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതാണ് ഹോർമൂസിനെ ചുറ്റിപ്പറ്റി മേഖല പുതിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയം ജനിപ്പിക്കുന്നത്. കടലിടുക്ക് വീണ്ടും അടച്ചതിന് പിന്നാലെ ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിവെച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതും മേഖലയിൽ പുതിയ ആശങ്കകൾക്ക് വഴിവെക്കുകയാണ്. ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾക്ക് നേരെയാണ് ഇറാനിയൻ നാവികസേനയുടെ ബോട്ടുകൾ വെടിവെച്ചത്. നടപടിയെ ഇന്ത്യ ശക്തമായി വിമർശിച്ചു. ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി അതൃപ്തി അറിയിച്ചു. ഇറാൻ അംബാസിഡർ ഡോക്ടർ മുഹമ്മദ് ഫത്താലിയെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചുവരുത്തിയാണ് ഇന്ത്യ ആഴത്തിലുള്ള ആശങ്ക അറിയിച്ചത്. വിദേശ സെക്രട്ടറി വിക്രം മിസ്രി ഇറാൻ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. സമുദ്ര സുരക്ഷയിൽ ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നും സമാധാനപരമായ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ ആശങ്കകൾ സ്വന്തം സർക്കാരിനെ അറിയിക്കാമെന്ന് അംബാസിഡർ ഉറപ്പു നൽകി. ഇറാഖിൽ നിന്നുള്ള 2 ദശലക്ഷം ബാരൽ എണ്ണയുമായി പോകുകയായിരുന്ന എണ്ണക്കപ്പൽ അടക്കമുള്ളവയ്ക്ക് നേരെയാണ് ഒമാൻ ഉൾക്കടലിൽ വെച്ച് ആക്രമണമുണ്ടായത്. ജാഗ് അർണവ്, സൻമാർ ഹെറാൾഡ് എന്നീ 2 ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾക്ക് ഹോർമൂസ് കടന്നു വന്നപ്പോഴായിരുന്നു ആക്രമണം നേരിടേണ്ടി വന്നത്. IRGCയുടെ 2 ബോട്ടുകൾ അടുത്തേക്ക് വന്ന് മുന്നറിയിപ്പില്ലാതെ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് ഒരു ടാങ്കറിന്റെ ക്യാപ്റ്റൻ പറയുന്നത്. ഇറാന്റെ അനുമതി ലഭിച്ചിട്ടാണല്ലോ കപ്പൽ സഞ്ചരിക്കാൻ തുടങ്ങിയത് എന്ന് വെടിയുതിർത്ത ഒരു ഇറാനിയൻ ബോട്ടിന് ഇന്ത്യൻ കപ്പലിൽ നിന്ന് അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നും ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടക്കുന്നത് തടയില്ല എന്നും ഇറാൻ പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കകമാണ് ഈ ആക്രമണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. ഇത് ഇന്ത്യയെയും ആശങ്കയിലായിട്ടുണ്ട്. ഇറാനിയൻ നാവികസേനയുടെ ഈ നീക്കം ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. എന്നാൽ പ്രതികരണം അധികം കടുപ്പിക്കേണ്ട എന്നും ഇറാനെ വെറുപ്പിക്കേണ്ട എന്നും കേന്ദ്ര സർക്കാരിന് അഭിപ്രായമുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹോർമൂസ് അടച്ചിട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ശത്രുപക്ഷത്തുള്ളവരായി കണക്കാക്കി ആക്രമിക്കുമെന്നാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചിരിക്കുന്നത്. ഇറാൻ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾക്ക് US ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കുന്നതുവരെ കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്നും ഇറാൻ പറയുന്നുണ്ട്. കടലിടുക്ക് അടച്ച സാഹചര്യത്തിൽ കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലോ ഒമാൻ കടലിലോ തന്നെ നങ്കൂരമിടണം. കടലിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് ശത്രുവിനോടുള്ള സഹകരണമായി കണക്കാക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് യാതൊരു സാധുതയുമില്ലെന്നും കപ്പൽ ഉടമകൾ IRGC നൽകുന്ന വാർത്താ അപ്ഡേറ്റുകൾ മാത്രം പിന്തുടരണമെന്നും ഇറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. 6 ആഴ്ചയോളം നീണ്ട യുദ്ധത്തിനൊടുവിൽ 2 ആഴ്ച മുൻപാണ് താൽക്കാലിക വെടിനിർത്തൽ ഇറാനിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ വെടിനിർത്തൽ കരാറിന്റെ കാലാവധി ബുധനാഴ്ച അവസാനിക്കും. ഇതിനിടെ കഴിഞ്ഞയാഴ്ച ഇറാനും അമേരിക്കയും പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയിരുന്നു. ആദ്യ റൗണ്ട് ചർച്ച പരാജയപ്പെട്ടുവെങ്കിലും ലോകം പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. 2ാം വട്ട ചർച്ച തിങ്കളാഴ്ച ഇസ്ലാമാബാദിൽ നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നത് വീണ്ടും പ്രതീക്ഷയ്ക്കിടയാക്കി. പക്ഷേ 2ാം റൗണ്ട് ചർച്ച വഴിമുട്ടിയോ എന്ന സംശയം ഉയർത്തുകയാണ് ഹോർമൂസിലെ സംഭവ വികാസങ്ങൾ. ഹോർമൂസ് ഇറാൻ പൂർണ്ണമായി തുറന്നെന്ന് പ്രഖ്യാപിച്ചപ്പോഴും US ഉപരോധം തുടരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതാണ് ഇറാനെ ചൊടിപ്പിച്ചത് എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ 2ാം ഘട്ട ചർച്ചയ്ക്ക് ഇറാൻ സമ്മതം അറിയിച്ചിട്ടുമില്ല. നാവിക ഉപരോധം തുടരുന്നത് തന്നെയാണ് ചർച്ചയ്ക്ക് ഇറാൻ സമ്മതം മൂളാത്തതിന് പ്രധാന കാരണം. US വാഗ്ദാനം ലംഘിച്ചു എന്നാണ് ഇതേക്കുറിച്ച് ഇറാൻ പ്രതികരിച്ചത്. അതോടൊപ്പം ചർച്ചകളിൽ ധാരണയ്ക്കായി അമേരിക്ക വീണ്ടും പുതിയ അമിതമായ പല ആവശ്യങ്ങളും മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ഇതിലും ഇറാൻ എതിർപ്പുണ്ട്. ചർച്ചയ്ക്ക് സമ്മതിക്കുകയും എന്നിട്ട് ചർച്ച വഴിമുട്ടിക്കുകയും ചെയ്ത് വീണ്ടും സൈനിക നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുന്ന സ്ഥിരം പാറ്റേൺ തന്നെയാണ് ട്രംപും നെതന്യാഹുവും ഇവിടെ പയറ്റുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ആദ്യത്തെ ചർച്ച പൊളിച്ചതും നെതന്യാഹു ആണെന്ന് ഇറാൻ ആരോപിക്കുന്നുമുണ്ട്. സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം
ട്രംപോ നെതന്യാഹുവോ എന്നായിരിക്കും. കാരണം ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പൊതുരീതി എന്ന് പറയുന്നത് സമാധാനം മുന്നോട്ട് വെച്ച് അതിന് സ്വയം തുരങ്കം വെച്ച് വീണ്ടും ആക്രമിക്കുന്നതാണ്. അത് ഇറാന്റെ കാര്യത്തിൽ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാര്യത്തിൽ പലപ്പോഴും US ഇറാൻ ആണവ ചർച്ചകൾക്ക് തുരങ്കം വെച്ചതും ഒടുക്കം ഫെബ്രുവരി 28-ന് പൊടുന്നനെ ഇറാനിൽ ആക്രമണം നടത്തിച്ചതും നെതന്യാഹുവിന്റെ ബുദ്ധിയായിരുന്നു. അന്ന് പാതിവെന്ത ഇസ്രായേലി പദ്ധതികൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള നെതന്യാഹുവിന്റെ തന്ത്രമാണിതെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെയോ ജനറൽ കെയ്നിന്റെയോ വാക്കുകൾ കേൾക്കാതെ യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയതിന്റെ ഫലമാണ് ട്രംപ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇതിനിടയിലാണ് ലോകശ്രദ്ധ ഇറാനിലേക്ക് തിരിഞ്ഞ അവസരം നോക്കി ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്തെ സിൻബോൻ നഗരത്തിന് സമീപത്തു നിന്ന് ഒന്നിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചുവെന്ന് ദക്ഷിണ കൊറിയയും ജപ്പാനും പറയുന്നു. ഇത് കൊറിയൻ ഉപദ്വീപിന് സമീപം സമുദ്രത്തിൽ പതിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തലും ഹോർമൂസ് കടലിടുക്ക് തുറന്നിട്ട ശേഷം വീണ്ടും അടയ്ക്കലും നടന്നപ്പോഴും 4 ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളാണ് ഉത്തര കൊറിയ നടത്തിയത്. ഈ വർഷത്തെ 7ാമത്തെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണമാണ് ഇപ്പോഴത്തേത്. സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ദക്ഷിണ കൊറിയയിൽ അടിയന്തര സുരക്ഷാ യോഗവും ചേർന്നു. ഇത്തരം പരീക്ഷണങ്ങൾ ഉത്തര കൊറിയയുടെ മിസൈൽ പദ്ധതിക്കെതിരെ UN സുരക്ഷാ കൗൺസിൽ പാസാക്കിയ പ്രമേയങ്ങളുടെ ലംഘനമാണ് എന്നാണ് ദക്ഷിണ കൊറിയയുടെ ആരോപണം. അമേരിക്കയുടെ ശ്രദ്ധ മുഴുവനും ഇറാനിലായതിനാൽ തങ്ങളുടെ ആണവശക്തിയും മിസൈൽ ശേഷിയും നവീകരിക്കുന്നതിനുള്ള സുവർണാവസരമായാണ് ഉത്തര കൊറിയ ഇതിനെ കാണുന്നത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതിനിടയിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടേതായി ഒരു പ്രസ്താവനയും പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ നാവികസേന ശത്രുക്കൾക്ക് പുതിയ കൈപ്പേറിയ പരാജയങ്ങൾ നൽകാൻ തയ്യാറാണ് എന്നാണ് മുജ്തബ ഖമനി പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ ഇത് സംബന്ധിച്ച് മറ്റൊരു ചർച്ചയ്ക്ക് കൂടി വഴിമരുന്നിട്ടുണ്ട്. ഇത്തവണയും എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആയത്തുള്ള ഖമനയ്ക്ക് ശേഷം സുപ്രീം ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ ഖമനൈ പൊതുവേദിയിലോ വീഡിയോയിലോ പ്രത്യക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്ന ചർച്ചയാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉയരുന്നത്. മുജ്തബയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും പരക്കുന്നുമുണ്ട്. സുപ്രീം ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന് US ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വിവരവും പൊതുവിടത്തിൽ ലഭ്യമായിരുന്നുമില്ല. ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്നൊക്കെ ചില റിപ്പോർട്ടുകൾ ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതുമാണ്. പക്ഷേ ഇടയ്ക്കിടെ അദ്ദേഹത്തിന്റെ ഓരോ സന്ദേശങ്ങൾ പ്രസ്താവനകൾ മാത്രമായിട്ടാണ് വരുന്നതും. ചർച്ചകൾ പരാജയപ്പെടുന്നത് സംഘർഷം കൂടുതൽ വഷളാക്കാൻ മാത്രമേ സഹായിക്കൂവെന്ന് ഇറാൻ കരുതുന്നുണ്ട്. അതിനാൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു ചർച്ചയ്ക്കും ഇറാൻ ഇപ്പോൾ തയ്യാറല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ ആണവ പരിപാടിയും യുറേനിയം സമ്പുഷ്ടീകരണവും സംബന്ധിച്ച് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് പുറത്തുള്ള ഒരു നിബന്ധനയും അംഗീകരിക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട്. അതുകൊണ്ടാണ് ഈ വാരാന്ത്യത്തിൽ തന്നെ ചർച്ചയുണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോഴും ഇറാൻ അനുകൂലമായി ഒന്നും പറയാതിരുന്നത്. US വാക്ക് പാലിക്കാത്തതുകൊണ്ടാണ് ഹോർമൂസിൽ വീണ്ടും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതും. ഇറാനിയൻ സായുധ സേനയുടെ കർശന നിയന്ത്രണത്തിലാണ് ഹോർമൂസ് കടലിടുക്കെന്നും അതിന്റെ മുമ്പത്തെ നില തുടരുമെന്നുമാണ് ഹോർമൂസിൽ ഇറാൻ നിലപാട്. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാന ശ്രമങ്ങൾ സജീവമായി തുടരുമ്പോഴും അമേരിക്കയുടെ ഹോർമൂസ് ഉപരോധം പോലുള്ള സമാധാനത്തിന് തുരങ്കം വയ്ക്കുന്ന നടപടികളെ അന്താരാഷ്ട്ര സമൂഹം ആശങ്കയോടെയാണ് കാണുന്നത്. വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള ട്രംപിന്റെ തന്ത്രമായും ഇതിനെ വിലയിരുത്തണം.